ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ് ദ റിപ്പിൾ എഫക്റ്റ്. ഞാൻ കുറച്ചധികം ദിവസമായിട്ട് ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയാലോ എന്നുള്ളൊരു ആലോചനയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് മാസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഈ പോഡ്കാസ്റ്റ് എന്നുള്ള എൻ്റർടൈൻമെൻറ്റ് വേൾഡ് തന്നെ ഇങ്ങനെ ഓപ്പണായി അവിടേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ പോഡ്കാസ്റ്റുകളൊക്കെ ഒന്ന് കേട്ട് നോക്ക്, നല്ല രസമാണ്. ആദ്യമൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പതുക്കെ കേൾക്കാം എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ കേട്ട് തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല നല്ല സജഷൻസ് നമുക്ക് പറ്റിയ ടൈപ്പ് ഓഫ് കണ്ടൻറ്റ്സ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്കിഷ്ടമായി. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു സജഷൻ വന്നു ഗെയ്സ്. ദ പോഡ്കാസ്റ്റ് നെയിംഡ് സംതിങ് ദാറ്റ് ഹാപ്പൻഡ് ബൈ ഗൂഗിൾ സെർച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ചേട്ട പോഡ്കാസ്റ്റ്. നല്ല രസമാണത് കേട്ടിരിക്കാൻ. എനിക്കിത് ഇഷ്ടപ്പെടാൻ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഇതിൽ സംസാരിക്കുന്നത് ഭയങ്കര റോ ആയിട്ടാണ്. ഒരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ ഒന്നും ആഡ് ചെയ്യാണ്ട് പച്ചയായിട്ടുള്ള സംസാരം. അത് കേൾക്കാൻ തന്നെ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ആ ചേട്ടൻ ഇത് എന്നെങ്കിലും കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കുവാണെങ്കിൽ പ്ലീസ് ഒരു കമൻ്റ് ഇടണേ. ഇനി പോഡ്കാസ്റ്റ് തുടങ്ങാൻ ഉള്ള രണ്ടാമത്തെ റീസൺ ഞാൻ പറയാം. ഇറ്റ്സ് നത്തിങ് ബട്ട് ഐ ലവ് ടു ടോക്ക്. എന്നെപ്പോലെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക. ആൻഡ് ഐ വുഡ് ലവ് ദാറ്റ്. ഇപ്പോൾ പോഡ്കാസ്റ്റ് തുടങ്ങാനുള്ള ഇൻസ്പിറേഷനായി, സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ റീസൺ നമ്പർ 2 ആയി. പക്ഷെ എന്ത് സംസാരിക്കും എന്നുള്ളതായിരുന്നു പിന്നെയുള്ള കൺഫ്യൂഷൻ. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഓടി ഓടി വരുന്നത് കേസ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ കാലഘട്ടത്തിലോട്ട് പോകണം. ഞാൻ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റായിട്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടി വന്നു. അന്ന് ഞങ്ങൾ അത്ര ക്ലോസ് ഒന്നും ആയിരുന്നില്ല. ജസ്റ്റ് ക്ലാസ്സിൽ വെച്ച് കാണുന്നു, ചിരിക്കുന്നു, എന്തേലും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കുന്നു, അത്ര തന്നെ. അവൾ റൂംമേറ്റായിട്ട് വരുന്ന ടൈമിൽ സത്യം പറഞ്ഞാൽ ഐ വാസ് സച്ച് എ മെസ്. എഞ്ചിനീയറിംഗ് തന്നെ വെറുത്ത് ഒരു താല്പര്യമില്ലാണ്ട് വെറുതെ എന്തിനോ ക്ലാസ്സിൽ പോകുന്നു, തിരിച്ചു വരുന്നു, എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ ലൈഫ്. അപ്പോൾ അവൾ വരുന്ന ടൈമിൽ രാവിലെ 9 മണിക്ക് ക്ലാസ്സിൽ കയറേണ്ട ഞാൻ 8:30ക്ക് എണീക്കുന്നു. ക്ലാസ്സൊക്കെ ആണെങ്കിലും ഭയങ്കര ബോറ്. വെറുതെ ക്ലാസ്സിൽ പോയി ഇരിക്കുന്നു, എങ്ങനെയൊക്കെയോ ക്ലാസ്സൊക്കെ തള്ളി നീക്കുന്നു, തിരിച്ച് ഹോസ്റ്റലിൽ വരുന്നു. ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നു, പിന്നെയും ഫോണിൽ കുത്തിയിരിക്കുന്നു, ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നു ആൻഡ് സോ ഓൺ. ഇതായിരുന്നു എൻ്റെ ഒരു നോർമൽ ഡേ അറ്റ് ഹോസ്റ്റൽ. ജസ്റ്റ് ഇങ്ങനെ സർവേ ചെയ്ത് പോകുന്നു, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ ഈ കുട്ടി നല്ല ഡിസിപ്ലിൻഡ് ആയിരുന്നു കേട്ടോ ഗൈസ്. നേരത്തെ എണീക്കും, നല്ല റൂട്ടീൻഡ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്, എല്ലാ രീതിയിലും അവൾ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. എന്താണെങ്കിലും ഇവൾ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനും നേരത്തെ എണീക്കാൻ തുടങ്ങി. അതും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നേരത്തെ എണീക്കുന്നതല്ല, അവൾ എന്നെ എണീപ്പിക്കും. ആദ്യമൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ പിന്നെ ആയപ്പോൾ അവൾ വിളിക്കുന്നു, ഞാൻ എണീക്കുന്നു. ഞാൻ മാസങ്ങൾ കൊണ്ട് കുറേ നാളെടുത്ത് പതുക്കെ പതുക്കെ അവളുടെ ഒരു റൂട്ടീനിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഒരു റൂട്ടീനിലേക്ക് വന്നു എന്ന് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഞാൻ എൻ്റെ തന്നെ ഒരു റൂട്ടീൻ ബിൽഡ് ചെയ്തു അവളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് എന്ന് വേണം പറയാൻ. രാവിലെ 9 മണിക്ക് പോകേണ്ട ഞാൻ 8:30ക്ക് ബ്രഷ് എടുത്തുകൊണ്ട് ഓടിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ രാവിലെ 5:30ക്ക് എണീറ്റ് എന്നെ വന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളെ ഞാൻ പോയി വിളിച്ചെണീപ്പിച്ച് ഞങ്ങൾ ഹോസ്റ്റലിലെ ടെറസിൽ പോയി വർക്കൗട്ട് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ദിവസത്തെ വർക്ക് മുഴുവൻ ചെയ്യായിരുന്നു. പിന്നെ പഠിക്കാൻ തുടങ്ങി ഹോസ്റ്റലിലിരുന്ന്. അതെനിക്ക് നേരത്തെ ഒട്ടും പോസിബിൾ ആയിരുന്ന കാര്യമല്ല. ഹോസ്റ്റലിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റേതായ ഒരു റൂട്ടീനൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. സോ ചെറിയ ചെറിയ ചേഞ്ചസ് ഇങ്ങനെ വലിയ വലിയ ഡിഫറൻസ് കൊണ്ടുവരും എന്ന് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചേഞ്ചസ് വരാൻ കാരണം ആ ഒരു പർട്ടിക്കുലർ ഫ്രണ്ടും പിന്നെ ചേഞ്ചസ് ഉണ്ടാവാൻ എടുത്ത ടൈം വളരെ വലുതായിരുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും എല്ലാ കാര്യത്തിനും ടൈം എടുക്കും എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഫാക്റ്റാണ്. പക്ഷേ ചെറിയ ചേഞ്ചസ് ചെറിയ ചെറിയ ചേഞ്ചസ് ഓരോ ദിവസം ചെയ്യുന്തോറും നമ്മളുടെ ഒരു ഒരു കാലഘട്ടത്തിൽ വലിയ ഡിഫറൻസായി മാറും എന്നുള്ളത് ഒരു സത്യമാണ് ഗൈസ്. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്.
സോ ഈ ചെറിയ ചെറിയ ചേഞ്ചസ് എങ്ങനെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് കൊണ്ടുവരും എന്ന് ഞാൻ എൻ്റെ ലൈഫിൽ കൂടെ ചെറിയ സ്റ്റോറീസിൽ കൂടെ നിങ്ങളോട് പറയാം എന്ന് വെച്ച് അങ്ങനെയാണ് ഞാൻ റിപ്പിൾ എഫക്റ്റ് എന്ന പേരിലോട്ട് എത്തിയത്. So that's it for today. Stay tuned for the next episode. Thank you.